ജനാധിപത്യപരമായി ചർച്ചകളും തിരുത്തലുകളും നടത്തി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് ഓരോ പാർട്ടികളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ CPM നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ. ഓരോരാൾക്കും വരുന്ന പ്രശ്നങ്ങൾ അതാത് ആളുകളാണ് തിരുത്തുക. അപ്പോൾ പാർട്ടിക്ക് വിഷയം ഉണ്ടെങ്കിൽ പാർട്ടി തിരുത്തും, എനിക്ക് വിഷമുണ്ടെങ്കിൽ ഞാൻ തിരുത്തണം. ആ തിരുത്തൽ പ്രക്രിയയാണ് വേണ്ടത്. അപ്പോൾ തിരുത്തൽ എന്ത് വേണം, തെറ്റെന്ത് എന്ന് ആദ്യം കണ്ടെത്തണം, എന്നല്ലേ തിരുത്താൻ പറ്റുള്ളൂ. അതിപ്പോൾ പലരും കണ്ടെത്തി തിരുത്തൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ, എന്നിട്ട് എന്ത് തിരുത്തലാണെന്ന് നമുക്ക് കാണാം. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ് നമ്മുടെ പയ്യന്നൂർ MLA കുഞ്ഞികൃഷ്ണൻ സാറിന്റെ പുസ്തകം. അപ്പോൾ അതുപോലെ ഒരു തിരുത്തലിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയില്ല. ഏത് പ്രസ്ഥാനമായാലും ജനങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്ന് പഠിക്കും. അത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും ആരായാലും ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ലെങ്കിൽ ഈ പ്രസ്ഥാനം ശുഷ്കിച്ചു പോകും. അതുകൊണ്ട് ജനങ്ങൾ പഠിക്കാൻ അവർ തയ്യാറാവണം. അത് തയ്യാറാവുമെന്നാണ് കരുതുന്നത്. അത് അത്രയാണ് കരുതുന്നത്. അതുകൊണ്ട് വേറെ അതായത് ഏത് പ്രസ്ഥാനവും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് പ്രസ്ഥാനവും ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനും നിലനിൽപ്പുണ്ടാവില്ല. ഏത് പാർട്ടി ആവട്ടെ, മറ്റ് ഏതെങ്കിലും സംഘടനകളാവട്ടെ, എന്താവട്ടെ, അതിനെല്ലാം നിലനിൽപ്പ് വേണമെങ്കിൽ അതിൻ്റെ ഒരു പിൻബലം എന്ന് പറഞ്ഞ ജനങ്ങളാണ്. ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഒരു സംഘടന പ്രവർത്തിക്കുമ്പോഴാണ് അത് ജനങ്ങളുടെ ജനാധിപത്യ സംഘടനയായി മാറുക. അങ്ങനെയായി മാറണം എന്നാണ് നമ്മൾ പറയുന്നത്.